ഇത് ഞാൻ എന്തിനാ ഈ താരി കൈയും കൊടുത്തിങ്ങനെ മനസ്സിലായോ? ഇത് ഇതാണ് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗസ് വാമിങ്ങിന് പോയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ചെന്നപ്പോൾ തിരുവാതിര കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ആഗ്രഹം തിരുവാതിര കളിക്കണം, അങ്ങനെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു തിരുവാതിര കളിച്ചത്. തലമുടിയെല്ലാം നനഞ്ഞ് വീർത്ത് കുളിച്ചൊരു വഴി. ഇദ്ദേഹത്തിന് അറിയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും? രാജ് കലേഷാണ് കേട്ടോ ആളുണ്ടായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിന്. അപ്പോൾ വീട് കാണാം. വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു വീടാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. വീടുമ്പോഴത്തേക്ക് ഓപ്പൺ കിച്ചൺ ആയിരുന്നു. അതിലൊരു കോട്ടയാണ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. അത് ആളോട് എങ്ങനെയെങ്കിലും വാങ്ങിച്ച് നോക്കി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. റൂം ഇതൊക്കെ റൂംസാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വീട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാം. ഫുഡ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ബെറോട്ട, ബിരിയാണി എന്തൊക്കെ ഉണ്ടായിരുന്നു, ചപ്പാത്തി എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് റൂഫിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ആളും ഉണ്ട്, രാജ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ചിൽ മൂവിൽ നിൽക്കാനുണ്ട്. പിന്നെ ഒരു ഇഞ്ചി ആളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇഞ്ചി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുമെന്ന്. പിന്നെ ആളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആളിങ്ങനെ ഇപ്പം ഷൂട്ട് ചെയ്യില്ലേ കാര്യങ്ങൾ എല്ലാവരും എല്ലാമൊക്കെ ചോദിച്ചു. ആളങ്ങനെ പോയി കേട്ടോ. പോയതാണ് ഞങ്ങൾ വിദേശം, പക്ഷേ ആൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും എൻ്റെ റൂഫിലുള്ള മേളിലുള്ള കുറച്ച് റൂംസൊക്കെ നോക്കുമായിരുന്നു. കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തു. എനിക്കിത് ഈ ബുദ്ധൻ്റെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ മേളിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ആൾ പോയും ചെയ്തിട്ട് ആൾ ഭയങ്കര ചിൽ വൈബിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആളുടെ ഡാൻസും ഞങ്ങൾ കുറച്ച് ഡാൻസും ഒക്കെ കണ്ട് കുറേ നേരം അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മാരേജിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ സംസാരവും കളിയും ഒക്കെ കണ്ടിട്ട് കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ പോവാണ് കേട്ടോ. ആളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഇതായിരുന്നു ഇന്നലത്തെ ഒരു ഹൗസ് വാമിംഗ് ഡേ ആയിരുന്നു കേട്ടോ. ഈവനിങ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നാളെ